നമസ്കാരം. രാജസ്ഥാൻ റോയൽസ് ആരാധകരായ മലയാളികൾക്ക് ഇന്നലെ ആഹ്ലാദത്തിന്റെ ദിവസമായിരുന്നു. കാരണം തങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ ടീം ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഈ സീസണിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജുവിന്റെ തന്ത്രങ്ങൾ ടീമിന് അത്രമാത്രം ഗുണം ചെയ്യുന്നത് കഴിഞ്ഞ സീസണിലെല്ലാം നമ്മൾ കണ്ടതാണ്. ഇന്നലത്തെ കളിയിലും ആ ക്യാപ്റ്റൻസി മികവ് നമ്മൾ കണ്ടു. ഓരോ ബൗളർമാരെയും കൃത്യസമയത്ത് ഉപയോഗപ്പെടുത്താൻ സഞ്ജുവിന് കഴിഞ്ഞു എന്നതാണ് ഇന്നലത്തെ മത്സരം കാണുന്നവർക്ക് കൂടുതൽ ആസ്വദിക്കാൻ കഴിഞ്ഞ കാര്യം. ആദ്യത്തെ 2 മത്സരത്തിലും പരാജയപ്പെട്ട രാജസ്ഥാൻ പിന്നീടുള്ള 2 മത്സരത്തിലും തകർപ്പൻ ജയം നേടി തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 50 റൺസിനാണ് രാജസ്ഥാൻ തോൽപ്പിച്ചത്. പഞ്ചാബിന്റെ തട്ടകത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 4 വിക്കറ്റിന് 205 റൺസാണ് നേടിയത്. മറുപടിക്കിറങ്ങിയ പഞ്ചാബ് കിങ്സിന് 9 വിക്കറ്റിന് 155 റൺസാണ് നേടാനായത്. ക്യാപ്റ്റൻ എന്ന നിലയിലും താരം എന്ന നിലയിലും സഞ്ജു സാംസൺ നടത്തിയ മികച്ച പ്രകടനം രാജസ്ഥാന്റെ ജയത്തിൽ വളരെ നിർണായകമായി. പഞ്ചാബിന്റെ തട്ടകമായ മുല്ലാൻപൂരിൽ 200 റൺസ് നേടുന്ന ആദ്യത്തെ ടീമായി രാജസ്ഥാൻ റോയൽസ് മാറിയിരിക്കുകയാണ്. പഞ്ചാബിനെതിരെ രാജസ്ഥാൻ ആധിപത്യ ജയം നേടിയെങ്കിലും മത്സരത്തിൽ ഉടനീളം സഞ്ജു സാംസനെ അല്പം ദേഷ്യത്തോടെയാണ് കാണാൻ കഴിഞ്ഞത്. പതിവിൽ നിന്നും വിപരീതമായി അല്പം ദേഷ്യത്തോടെയാണ് സഞ്ജു മത്സരത്തിനിറങ്ങിയത്. ഇത് സഞ്ജു കളത്തിൽ കാട്ടുകയും ചെയ്തു. വിക്കറ്റിന് പിന്നാലെ സഞ്ജു ബാറ്റ് വലിച്ചെറിയുന്നതും നമ്മൾ ഇന്നലെ കണ്ടു. ആദ്യ 3 മത്സരത്തിലും നായകനല്ലാതിരുന്ന സഞ്ജു 4ാം മത്സരത്തിൽ ക്യാപ്റ്റനായി തിരിച്ചെത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തരായ പഞ്ചാബിനെതിരെ എന്ത് വില കൊടുത്തും ടീമിനെ ജയിപ്പിക്കേണ്ടത് സഞ്ജുവിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ഇതിന്റെ സമ്മർദ്ദം സഞ്ജുവിൽ പ്രകടമായിരുന്നു. ഓപ്പണിംഗിൽ ഇറങ്ങി യശസ്വി ജയ്സ്വാളിനൊപ്പം മികച്ച കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ സഞ്ജുവിന് സാധിച്ചു. 1ാം വിക്കറ്റിൽ ജയ്സ്വാളിനൊപ്പം 89 റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ സഞ്ജുവിനായി. പതിവ് പോലെ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെക്കാതെ മോശം പന്തുകളെ ആക്രമിച്ച് റൺസ് ഉയർത്താനാണ് സഞ്ജു സാംസൺ ശ്രമിച്ചത്. 26 പന്ത് നേരിട്ട് 38 റൺസ് എടുത്താണ് സഞ്ജു പുറത്തായത്. 6 ബൗണ്ടറികൾ ഉൾപ്പെടെ 146.15 സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചാണ് സഞ്ജു പുറത്തായത്. എന്നാൽ പുറത്തായതിന് പിന്നാലെ സഞ്ജു ബാറ്റ് മുകളിലേക്ക് എറിയുകയായിരുന്നു. ബാറ്റ് നിലത്തേക്കിട്ട് സഞ്ജു നിരാശ പ്രകടിപ്പിക്കുന്നത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ജു സാംസൺ ഇത്തരത്തിൽ നിരാശ പ്രകടിപ്പിച്ചത് എല്ലാവർക്കും വലിയ അത്ഭുതമായിരുന്നു. എന്തുകൊണ്ടാണ് സഞ്ജു സാംസൺ ഇത്തരത്തിൽ പ്രതികരിച്ചതെന്നാണ് ആരാധകർക്ക് കൗതുകമാകുന്നത്. സഞ്ജുവിന്റെ സമ്മർദ്ദമാണ് ഇത്തരത്തിൽ ബാറ്റ് വലിച്ചെറിയാൻ താരത്തെ പ്രേരിപ്പിച്ചതെന്ന് പറയാം. അതിവേഗം റൺസ് ഉയർത്താനുള്ള സഞ്ജുവിന്റെ ശ്രമമാണ് ക്യാച്ചിൽ അവസാനിച്ചത്. ഷോട്ട് ഉദ്ദേശിച്ച പോലെ പോകാത്തതും രാജസ്ഥാൻ നായകനെ നിരാശനാക്കി. ഇത്തരത്തിലുള്ള ബോളുകൾ അടിച്ച് ബൗണ്ടറിക്ക് പുറത്തിടുന്നത് നമ്മൾ സഞ്ജുവിൽ നിന്ന് ഏറെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബോൾ വേണ്ട വിധം ഉപയോഗിക്കാൻ സഞ്ജുവിനാവാത്തത് സഞ്ജുവിനെ കൂടുതൽ ദേഷ്യത്തിലാക്കി. സഞ്ജുവിന്റെ നീക്കങ്ങളെല്ലാം ഇന്നലെ കിടിലമായിരുന്നു. രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസന്റെ മത്സരത്തിലെ നീക്കങ്ങളെല്ലാം ഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയാം. ബോളിംഗ് ചേഞ്ചുകളും ഫീൽഡിംഗ് വിന്യാസവും ക്യാപ്റ്റൻസിയും എല്ലാം ഇന്നലെ അടിപൊളിയായിരുന്നു. രാജസ്ഥാനെ വമ്പൻ ജയത്തിലേക്ക് എത്തിക്കാൻ സഞ്ജുവിന് സാധിച്ചു. പഞ്ചാബിന്റെ തട്ടകത്തിൽ ഇത്തരമൊരു അനായാസ ജയം നേടിയെടുക്കുക എന്നത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ രാജസ്ഥാന്റെ ജയത്തിന് ആവേശം കൂടും. മോശം ഫോമിലുണ്ടായിരുന്ന താരങ്ങളെ കൂടി ഫോമിലേക്ക് എത്തിക്കാൻ സഞ്ജുവിന് സാധിച്ചു. യശസ്വി ജയ്സ്വാളിന്റെ ആദ്യത്തെ 3 മത്സരത്തിലെ പ്രകടനങ്ങളും നിരാശപ്പെടുത്തുന്നതായിരുന്നു. എന്നാൽ സഞ്ജു നായകസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയതോടെ ജയ്സ്വാളിന് ഫോം വീണ്ടെടുക്കാനായി. റിയാൻ പരാഗിന്റെയും പ്രകടനം മെച്ചപ്പെട്ടു. ജോഫ്ര ആർച്ചറിന്റെ ബോളിംഗ് പ്രകടനവും വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. സഞ്ജു നായകസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയതോടെ ടീമിനെ ഒത്തിണക്കത്തിലെത്തിക്കാൻ രാജസ്ഥാന് സാധിച്ചിട്ടുണ്ടെന്നാണ് വസ്തുത.